എനിക്കുണ്ടായിട്ടുണ്ട്. ഞാന് വളാഞ്ചേരിയിലെ ജ്വല്ലറിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ജ്വല്ലറിയിലെ ഒരു സ്റ്റാഫായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ കുറ്റിപ്പുറം ടു വളാഞ്ചേരി പോണ സമയത്ത് ഭയങ്കര തിരക്കുള്ളൊരു ഇതാണ്. ആ സമയത്ത് ഒരു മോശം അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ആ സ്പോട്ടിൽ തന്നെ ഞാൻ പ്രതികരിച്ചു. അയാൾ അപ്പൊ തന്നെ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി പോവുകയും ചെയ്തു. അത്രേ ഉള്ളൂ. ഈ നാറിക്കില്ലാത്ത അനുഭവമല്ല. കേരളത്തിൽ എന്ത് സംഭവിച്ചാലും ഇവനൊരു പങ്കുണ്ടാവും. ഇനിയിപ്പോൾ എവിടെയെങ്കിലും ബസ് പറഞ്ഞാലോ പറയും അതിൻ്റെ അടിയിൽ ഞാൻ ഉണ്ടായിനി. വല്ലാത്തൊരു കഷ്ടമുണ്ട് ഈ നാറി കണ്ടല്ലോ. എന്നെ ഇതാക്കല്ലോ എന്താ പിന്നെ ഗീറില്ലേനാ ബസ്സിന് എൻ്റെ പിടിച്ച് വലിച്ചാ അല്ല എന്ത് മണ്ണാങ്കട്ട വന്നാലും ഒരു പങ്കോനുണ്ടാവും. ഇത് സോഷ്യൽ മീഡിയയിൽ എന്തും വിളിച്ചറിയാൻ ഒരു പേടി ഒരു ഇതില്ലാത്തൊരു നാറി. ഒപ്പം നിൽക്കണ ആരാ? ഈറ്റളെ കടയിൽ പിടിച്ചോണ്ടായിട്ട് വല്ല വണ്ടി കയറ്റിയിട്ട് കടയിൽ കൊണ്ടേ വിടല്ലേ. ആള് മനുഷ്യനൊന്നും ഇല്ലാത്തോടത്ത് വല്ലാത്തൊരു കഷ്ടമുണ്ട്. പിന്നെ വീഡിയോ ചെയ്യുന്നല്ല പ്രതികരിക്കില്ല. എന്ത് വിഷയം കേരളത്തിൽ വന്നാലും അത് എനിക്കുണ്ട്, അത് എനക്കുണ്ട്. നാറിപ്പോയി ചത്തുടങ്ങി എനിക്ക്. അന്ന് പെണ്ണല്ലേനോ? ഒരു സാരി ഒരു ചുരിദാറൊക്കെ എടുത്ത അത് പെണ്ണാകല്ലോ. ഒന്ന് ചേലക്ക പോച്ചങ്ങയായിരുന്നു. ആരെ കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കണ്? ഇതൊക്കെ ചോദിച്ചിന നാറികളില്ല. നിങ്ങളോടൊക്കെ അറപ്പാണ്. വേറെ പണിയൊന്നുമില്ല. അങ്ങനെ മരങ്ങ്